കർത്താവിന്റെ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. വേദിയിലും സദസ്സിലുമായിട്ട് ഉപവിഷ്ടരായിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠ ദാസന്മാർ, ദൈവ സഭകളുടെ ശുശ്രൂഷകന്മാർ, ദൈവത്തിന്റെ ജനം, ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന സ്നേഹിതർ, നാട്ടുകാർ എല്ലാവർക്കും യേശു കർത്താവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിപ്പാൻ അതിയായ സന്തോഷമുണ്ട്. നാം കേട്ടതുപോലെ ക്രിസ്തു സഭയുടെ ചുമതലയിൽ നടത്തപ്പെടുന്ന 90ാമത് കൺവെൻഷന്റെ 3ാമത്തെ രാത്രിയിൽ മാറ്റപ്പെടാത്ത ദൈവത്തിന്റെ വചനം ശുശ്രൂഷിപ്പാൻ, അത് കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുന്ന നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കാം. എൻ്റെ ഓർമ്മകൾ ഒരുപാട് പിറകിലേക്ക് പോകുന്നുണ്ട്. ബാല്യകാലത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ പിതാവ് ഇവിടെ നടന്ന ഒരു കൺവെൻഷനിൽ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുവാൻ വരുന്നത് എൻ്റെ സ്മൃതിപഥത്തിൽ ഉണ്ട്. ബഹുമാനപ്പെട്ട വർക്കിയെങ്കിലോട് ഞാനത് ചോദിച്ചപ്പോൾ അങ്ങനെ തന്നെയാണ് എന്നൊന്നും കൂടെ ഉറപ്പുവരുത്തുവാൻ സംഗതിയാണ്. അത് തന്നെയല്ല, 2011 എന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് ഇവിടെ നടന്ന, ഈ ഹോളിനകത്ത് നടന്ന ക്യാമ്പിന് ദൈവത്തിന്റെ വചനം ശുശ്രൂഷിപ്പാൻ എനിക്കും അവസരം ലഭിച്ചു. തന്നെയുമല്ല, എബനേസർ പ്രസ്സുമായിട്ടും സഹോദരങ്ങളുമായിട്ടും ഒക്കെയുള്ള നല്ല ആത്മീയ ബന്ധത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദീർഘമായ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിന്റെ വചനം ശുശ്രൂഷിപ്പാൻ ഇതേ സ്ഥാനത്ത് നിർത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തു സഭയിൽ നിന്ന് മാത്രമല്ല, ബ്രദറൻ സഭകളിൽ നിന്നുള്ള, മറ്റ് സഭകളിൽ നിന്നുള്ള എന്നെ സ്നേഹിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം കേൾക്കുവാനും പ്രാർത്ഥനയോട് എൻ്റെ മുൻപിലുണ്ട് എന്നുള്ളത് എനിക്ക് ധൈര്യം പ്രദാനം ചെയ്യുന്ന അനുഗ്രഹീതമായ വസ്തുതയാണ്. ബഹുമാനപ്പെട്ട ദൈവത്തിന്റെ ദാസൻ ഓർമ്മിപ്പിച്ചതുപോലെ ഇന്ന് രാത്രിയിൽ ഞാൻ ഇവിടെ ദൈവവചനവുമായി നിൽക്കുന്നുവെങ്കിലും വാസ്തവത്തിൽ അത് സ്വർഗത്തിലെ ദൈവത്തിന്റെ അധികാരമുള്ള ശുശ്രൂഷയാണ്. അതിന്റെ പിന്നിൽ നിങ്ങളുടെ പ്രാർത്ഥനയുണ്ട്. ഈ ദേശത്തോട് നാം നമ്മുടെ ഉത്തരവാദിത്വം ഈ കാലം തീരുന്ന കാലത്തിൽ നിർവഹിക്കുമ്പോൾ ചില പ്രിയപ്പെട്ടവര് രക്ഷിതാവിനെ കണ്ടുമുട്ടുവാൻ മുഖാന്തരമാകേണ്ടതിന് ദൈവജനത്തിന്റെ പ്രാർത്ഥന, സ്നേഹം ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ 2 രാത്രികളിൽ പ്രിയപ്പെട്ട സഹോദരൻ റജി കെ നെല്ലിയാടി, അദ്ദേഹം എന്റെ സഹപ്രവർത്തകനാണ്, ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിച്ചു എന്നറിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഇന്ന് രാത്രിയിൽ മറ്റൊരു സന്തോഷം കൂടെയുണ്ട്. എൻ്റെ സഹോദരിയും കുടുംബവും അവർ ജോലിയോട് ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ വന്നിട്ടുണ്ട്. അവരും ഇന്ന് രാത്രിയിൽ ഈ സ്ഥലത്തുണ്ട് എന്നുള്ളതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഇന്ന് രാത്രിയിലെ വിചിന്തനത്തിനായിട്ട് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ദൈവാത്മാവിൽ ശരണപ്പെട്ട് ക്ഷണിക്കുകയാണ്. വാക്യങ്ങൾ വായിച്ചു തരാൻ കർത്താവിന്റെ ദാസനുണ്ട്, അതെനിക്ക് സഹായമാണ്. നമുക്ക് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് വായിച്ചു കേൾക്കാം. സഭാപ്രസംഗിയുടെ പുസ്തകം 12ാം അധ്യായം, അതിന്റെ 13, 14 വാക്യങ്ങൾ. എക്ലീസിയാസ്റ്റിസ് ചാപ്റ്റർ 12 വേഴ്സസ് 13 and 14. സഭാപ്രസംഗിയുടെ പുസ്തകം അതിന്റെ 12ാം അധ്യായം 13, 14 വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കുവാനായിട്ട് ദൈവദാസനോട് ആവശ്യപ്പെടുകയാണ്. അദ്ദേഹം അത് വായിച്ച് കേൾപ്പിക്കുന്നതാണ്. ദയവായിട്ട് ശ്രദ്ധിച്ചാൽ. എല്ലാറ്റിന്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. എല്ലാറ്റിന്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവിടുത്തെ കൽപ്പനകൾ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. ഈ ഭാഗത്ത് നിന്ന് ഒരു വാക്കിനെ, ഒരു പ്രയോഗത്തെ ഞാൻ അടർത്തിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് 13ാം വാക്യത്തിന്റെ അവസാന ഭാഗമാണ്. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സകല മനുഷ്യർക്കും വേണ്ടുന്ന ചില കാര്യങ്ങൾ ഇന്ന് രാത്രിയിൽ ഈ വേദഭാഗത്ത് ദൈവത്തിന്റെ ആത്മാവിന് ഈ ദേശത്തോട് നമ്മോട് പറയാനുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. സകല മനുഷ്യർക്കും വേണ്ടുന്നത്, അതായത് അതിന്റെ അർത്ഥം എന്താ?
അത് രക്ഷിക്കപ്പെട്ടവർ അവിടെയുണ്ട്. രക്ഷിക്കപ്പെട്ടവർ മാത്രമല്ല, രക്ഷിക്കപ്പെടാത്തവരും ഉൾപ്പെടുന്ന സകല മനുഷ്യർക്കും, ഈ ഭൂമിയുടെ പരപ്പില് ഇന്നലെ വരെ ജീവിച്ച് മരിച്ചു പോയവര്, ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നവര്, കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ ഇനി വരാനുള്ള ആളുകള്, അങ്ങനെ ഈ ഭൂമിയുടെ പരപ്പിലുള്ള സകല മനുഷ്യർക്കും ആർക്കും ഒഴിവ് കഴിവില്ലാതെ സ്വർഗത്തിലെ ദൈവത്തിന് അനേക വിഷയങ്ങൾ നമ്മളോട് പറയാനുണ്ട്. എല്ലാവരും അത് ശ്രദ്ധിച്ച് കേട്ട് ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുള്ളതാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ അലംഘനീയമായ കൽപ്പന എന്നുള്ളത് നമുക്ക് ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയുകയാണ്. ഇന്ന് രാത്രി ഞാൻ വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തട്ടെ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത റോമാലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 11-ാം വാക്യത്തിൽ പറയുന്നത് പോലെ അവിടുത്തേക്ക് മുഖപക്ഷം ഇല്ല. ദൈവത്തിന് മുഖപക്ഷമില്ലാത്തത് കൊണ്ട് രക്ഷിക്കപ്പെടുന്നവനാകട്ടെ രക്ഷിക്കപ്പെടാത്തവനാകട്ടെ അവിടുത്തെ നിർമ്മിതിയായിട്ടുള്ള സൃഷ്ടിയായിട്ടുള്ള ഈ സകല മനുഷ്യനോടും ദൈവത്തിന് മുഖപക്ഷമില്ലാതെ ചില കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് എന്നുള്ളത് കാണുവാൻ കഴിയുന്ന വസ്തുതയാണ്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ ചരിത്രം പഠിച്ചു നോക്കിയാൽ സ്വർഗത്തിലെ ദൈവം എല്ലാ കാലഘട്ടത്തിലും സകല മനുഷ്യനും വേണ്ടുന്ന അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഒരൊറ്റ ഉദാഹരണം ഞാൻ ആദ്യം പറഞ്ഞിട്ട് ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാനൊന്ന് കൊണ്ടുപോകാം. നമ്മളൊക്കെ സാധാരണ കഥയാണെന്ന് പറയുന്ന, എന്നാൽ കഥയല്ലാതെ ചരിത്രത്തിന്റെ ഏടിൽ നടന്ന ഒരു വലിയ സംഭവം നമുക്കറിയാം. അനേക നൂറ്റാണ്ടുകൾക്ക് മുൻപ്, സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് നമുക്കറിയാം, ഒരു വലിയ ജലപ്രളയം ലോകത്തിൽ സംഭവിക്കുകയുണ്ടായി. ആ ജലപ്രളയത്തില് മനുഷ്യൻ നശിച്ചു പോകുന്ന ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം അന്ന് ആരോട് മുഖപക്ഷം കാണിച്ചില്ല. ആ ജലപ്രളയത്തിന് മുൻപ് നീതിപ്രസംഗിയായ നോഹയിലൂടെ സ്വർഗത്തിലെ ദൈവം സകല മനുഷ്യനെയും ആ പെട്ടകത്തിലേക്ക് ദൈവം ഒരുക്കിയ രക്ഷാ സങ്കേതത്തിലേക്ക് വിളിക്കുന്ന അനുഗ്രഹീതമായ കാര്യം കാണുവാൻ സാധിക്കുന്നുണ്ട്. നാം പുതിയ നിയമത്തിന്റെ ഏടുകളിലേക്ക് വരുമ്പോൾ നീതിപ്രസംഗിയായ നോഹ പ്രസംഗിച്ചതും അത് തന്നെയാ. അത് കേവലം അവന്റെ കുടുംബമാണ് അനുസരിച്ചതെങ്കിലും ആ ഒരു കുടുംബത്തിനു വേണ്ടി മാത്രം ഉണ്ടായിരുന്ന വിഷയമല്ലത്. മറിച്ച് സ്വർഗത്തിലെ ദൈവത്തിന് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സകല മനുഷ്യനോടും ചിലത് പറയാനായിട്ടുണ്ടായിരുന്നു. അന്ന് നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം ജലപ്രളയത്താൽ ലോകത്തെ നശിപ്പിക്കുമെന്നുള്ളത്, ഭൂമിയുടെ ദുഷ്ടത ദൈവമിരിക്കുന്ന സിംഹാസനത്തോളം എത്തിയപ്പോൾ സ്വർഗത്തിലെ ദൈവം വളരെ വ്യക്തമായി അവിടുത്തെ ന്യായവിധിയുടെ സന്ദേശം ലോകത്തിന്റെ പരപ്പിലേക്ക് നോഹ മുഖാന്തരം അയക്കുമ്പോൾ ദൈവത്തിന് ആ കാലഘട്ടത്തിലെ മനുഷ്യനോട് ചിലത് മറയില്ലാതെ പറയാനായിട്ടുണ്ടായിരുന്നു. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇന്നും സ്വർഗത്തിലെ ദൈവം എന്തുകൊണ്ടാണ് ഈ സ്ഥലം സഭ ക്രമീകരിച്ചിട്ടുള്ള യോഗത്തില് ഈ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാൻ അവിടുത്തെ ദാസന്മാർക്ക് അനുവാദം നൽകുന്നത്? എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ദാസിമാര് പാട്ടുകൾ പാടുന്നത്? എന്തുകൊണ്ടാണ് വളരെ മുതൽ മുടക്കി ഇന്ന് രാത്രിയിലും ഈ ദേശത്ത് അനേകർക്ക് താല്പര്യമില്ലാതിരുന്നിട്ടും ദൈവജനം അതീവ താല്പര്യത്തോടുകൂടെ ഇങ്ങനെ ഒരു സന്ദേശം ക്രമീകരിക്കുന്നത്? അതിന് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്, അതിന് വലിയൊരു ഉത്തരമുണ്ട്. അത് മറ്റൊന്നല്ല, ദൈവത്തിന് സകല മനുഷ്യരോട് മുഖപക്ഷം കൂടാതെ ചില കാര്യങ്ങൾ ഇന്ന് രാത്രിയിൽ പറയാനായിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണല്ലോ 50-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പഴയ നിയമത്തിലെ സങ്കീർത്തനക്കാരിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാരൂപി അരുളി ചെയ്തിട്ടുള്ളത്. 50-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്: ദൈവം യഹോവയായ ദൈവം അരുളി ചെയ്തു, സൂര്യന്റെ അസ്തമയം മുതൽ ഉദയം മുതൽ അസ്തമയം വരെ ദൈവം ഭൂമിയെ വിളിക്കുകയാ. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് കോൾ. ദൈവം തുടർമാനമായിട്ട് ഭൂമിയെ വിളിച്ചുകൊണ്ടിരിക്കുകയാ. സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ദൈവം ഭൂമിയെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തുടർമാനമായിട്ടുള്ള വിളി മാത്രമല്ല. നമുക്കറിയാം, ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണില് അല്ലെങ്കിൽ ഭാരതം ഉൾപ്പെടുന്ന ഈ ഭൂഖണ്ഡങ്ങളില് ഇരുട്ട് വ്യാപിച്ച് രാത്രിയിലേക്ക് കടക്കുമ്പോൾ മറുഭാഗത്ത് അവിടെ ഏതാ വെളിച്ചമുണ്ട്, അവിടെ പകലിന്റെ സ്ഥിതിയാ. അങ്ങനെയാണെങ്കിൽ രാത്രി എന്നാകട്ടെ പകൽ എന്നാകട്ടെ വ്യത്യാസമില്ലാതെ സ്വർഗത്തിലെ ദൈവം മനുഷ്യനോട് മുഖപക്ഷം കൂടാതെ ഇന്ന് രാത്രിയിലും പറയുന്നൊരു വിഷയമുണ്ട്: എനിക്ക് നിന്നോട് ചിലത് പറയാനായിട്ടുണ്ട് എന്നുള്ളതാ. ഇന്ന് രാത്രി വളരെ വ്യക്തമായിട്ട് ഈ ദേശത്തോട്, ഈ പന്തലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട്, വിശ്വാസികളോട്, അല്ലാത്തവരോട്, എല്ലാവരോടും ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തില് അതിന്റെ ആധികാരികതയിൽ നിന്നുകൊണ്ട് ദൈവദാസനായ ഞാൻ ഇങ്ങനെ ദൈവസന്നിധിയിൽ പറയാനായിട്ട് ആഗ്രഹിക്കുക. ദൈവത്തിന് ചില കാര്യങ്ങൾ ഇന്ന് രാത്രിയിൽ നമ്മളോട് പറയാനായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. അത് മറ്റൊന്നല്ല, അല്ലയോ ദൈവമേ, അങ്ങ് എന്നോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങള് ഈ കാലം തീരുന്ന കാലത്തില്
എന്റെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾക്ക് ആധാരമായിട്ടുള്ള വിഷയങ്ങൾ ഇന്ന് രാത്രി മറകൂടാതെ എന്നോട് പ്രസ്താവിക്കുവാൻ, അത് കേൾക്കുവാൻ, അത് അനുസരിക്കുവാൻ, എന്റെ ഹൃദയത്തെ ഒരുക്കുവാനായിട്ട് തമ്പുരാനെ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. ഞാൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, വിശ്വാസികൾ നിത്യതയിലെത്തുമ്പോ ക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുൻപാകെ ലജ്ജിക്കുവാൻ പോകുന്ന ഒരു വലിയ വസ്തുതയുണ്ട്. അത് മറ്റൊന്നല്ല, ദൈവവചനം കേൾക്കാഞ്ഞിട്ടല്ല, ദൈവം അവിടുത്തെ ദാസന്മാരെ അയക്കാഞ്ഞിട്ടല്ല, ദൈവത്തിന്റെ വചനം കരങ്ങളിൽ തരാഞ്ഞിട്ടല്ല, മറിച്ച് കേട്ടതായിട്ടുള്ള വചനത്തിന് മുൻപാകെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ കഴിയാതെ വീണ്ടും ഹൃദയത്തെ കഠിനപ്പെടുത്തി മുൻപിലേക്ക് പോകുമ്പോ ഈ 2025 തുടങ്ങുന്ന ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ സ്വർഗത്തിലെ തമ്പുരാനോട് നമുക്ക് അളവ് കൂടാതെ പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം. ദൈവമേ, അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുവാൻ മനസ്സുള്ളവനാ, അടിയന്റെ ജീവിതത്തിന് മാറ്റങ്ങൾ വരുത്തുവാൻ, അവിടുത്തെ വിശുദ്ധമായ സന്നിധിയിൽ എന്നെ സമർപ്പിക്കുവാൻ എനിക്ക് മനസ്സുണ്ട് എന്ന് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. വഴിയരികിൽ ഇരുന്നുകൊണ്ട്, ഒരുപക്ഷെ ഇരുട്ടിന്റെ മറവിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിന് ഹൃദയം കൊടുക്കാത്ത ആരെങ്കിലും ഇന്ന് രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ രണ്ട് കരങ്ങളും കൂട്ടി വളരെ വിനയത്തോടെ അപ്പോൾ തന്നെ ദൈവത്തിന്റെ വചനത്തിന്റെ ആധികാരികതയിൽ നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, അങ്ങയുടെ ജീവിതത്തില് ഒരു മാറ്റം അനിവാര്യമാണ്. അങ്ങല്ലെങ്കിൽ നശിച്ചു പോകുവാനുള്ള സാധ്യതയുണ്ട്. ക്രിസ്തുവിനെ കൂടാതെയുള്ള ജീവിതമാണെങ്കിൽ, പാപത്തെ വെള്ളം പോലെ ഊറ്റിക്കുടിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി സ്വർഗത്തിലെ തമ്പുരാൻ അങ്ങയോട് വളരെ വ്യക്തമായി കൽപ്പിക്കുകയാ, തുടർന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് അങ്ങ് ഹൃദയം ചായ്ക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുകയാണ്. ഈ ഭാഗത്ത് ഏതാണ്ട് ചില കാര്യങ്ങൾ, 4 കാര്യങ്ങളെങ്കിലും കുറഞ്ഞത് ദൈവത്തിന് നമ്മോട് പറയാനായിട്ടുണ്ട്. നാം ഓർക്കേണ്ടുന്ന, സകല മനുഷ്യനും വേണ്ടുന്ന 4 കാര്യങ്ങളെങ്കിലും നമുക്ക് അവിടെ കാണുവാൻ കഴിയുകയാണ്. നമുക്കത് വായിച്ചു കേൾക്കാം. ഒന്നാമത്തെ കാര്യം എന്താ? അത് വളരെ വ്യക്തമായി ആ ഭാഗത്ത് പറയുകയാണ്. സകല മനുഷ്യനും വേണ്ടുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 13-ാം വാക്യം, സഭാപ്രസംഗിയുടെ പുസ്തകം അതിന്റെ 12-ാം അധ്യായത്തിലാണ്. അച്ഛാ ഒന്ന് വായിച്ചാട്ടെ. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തില് ആദ്യത്തെ വിഷയം, സകല മനുഷ്യർക്കും വേണ്ടുന്നത് ദൈവത്തിന്റെ ആത്മാവ് എഴുതി വെച്ചിട്ടുണ്ട്. വായിച്ചു കേൾക്കാം ആ വാക്യം, ഒന്ന് വായിച്ചാട്ടെ. എല്ലാറ്റിന്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട്. ഒന്നാമത്തെ വിഷയം എന്താണ്? സകല മനുഷ്യർക്കും വേണ്ടുന്ന ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് അത് മറ്റൊന്നല്ല, അതിങ്ങനെയാണ് തുടങ്ങുന്നത്. എല്ലാത്തിന്റെയും സാരം കേൾക്കുക, എല്ലാത്തിന്റെയും സാരം കേൾക്കുക. അതാണ് സകല മനുഷ്യനും വേണ്ടത്. അത് കുറച്ചുകൂടെ കൃത്യമായിട്ട് ജീവിതത്തോട് ചേർത്ത് പിടിച്ച് ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുക. ജീവിതത്തിന്റെ ആകത്തുകയെ കുറിച്ചുള്ള സന്ദേശം ഇന്ന് രാത്രി ദൈവത്തിന് നമ്മോട് പറയാനായിട്ടുണ്ട്. എല്ലാറ്റിന്റെയും സാരം കേൾക്കുക. വല്ലാത്തൊരു ജീവിതത്തിലാണ്, കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം, ശ്രദ്ധിച്ചു നോക്കിയാൽ ലോകത്തിൽ സമാധാനമില്ല. നരേഷൻ പറഞ്ഞ സഹോദരന് അതൊന്ന് പ്രതിപാദിച്ചു പോയി. ലോകത്തിൽ യാതൊരു സമാധാനവുമില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ക്രിസ്തുവുള്ളവർക്ക് പ്രത്യാശയുണ്ട്. അത് മറന്നിട്ടല്ല പറയുന്നത്. നശ്വരമായ ലോകത്തില്, നശ്വരമായ ജീവിതത്തില് മുന്നോട്ട് നോക്കിയാൽ മനുഷ്യനെ സംബന്ധിച്ച് മാനുഷിക ആശയങ്ങളിൽ നിന്ന് യാതൊരു ഉത്തരവും ലഭിക്കാതെ ഇരിക്കുമ്പോ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം പറയുകയാ, ജീവിതത്തിന്റെ ആകത്തുക, ജീവിതത്തിന്റെ ആകെ സാരമായിട്ടുള്ളത് എല്ലാത്തിനെയും ക്രോഡീകരിച്ചുകൊണ്ട് ദൈവം പറയുന്ന ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ നമ്മൾ ഇന്ന് രാത്രി കൊണ്ടുപോകണമെന്നാണ് കർത്താവ് വ്യക്തമായിട്ട് പറയുന്നത്. നമുക്കറിയാം പ്രിയമുള്ളവരെ, വിശുദ്ധ തിരുവെഴുത്ത് പഠിച്ചു നോക്കിയാൽ ജീവിതത്തിന്റെ ആകത്തുക അല്ലെങ്കിൽ ജീവിതത്തിൽ കേൾക്കേണ്ടുന്ന സമയത്ത് ദൈവത്തിന്റെ വചനത്തിന് സ്ഥാനം കൊടുക്കാതിരുന്നിട്ട് ഒടുവിൽ നിരാശയുടെ ആ പടുകുഴിയിലേക്ക് നിവദിച്ചു പോയ അനേക ആൾക്കാരെ വിശുദ്ധ തിരുവെഴുത്ത് ഉയർത്തി കാണിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ അങ്ങനെയുള്ള 2 ജീവിതങ്ങളെ വളരെ വേഗത്തില് ഞാൻ ഉയർത്തി കാണിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും കേൾക്കേണ്ടുന്ന സകലത്തിന്റെയും സാരം സകല മനുഷ്യർക്കും വേണ്ടുന്നത് എന്താണെന്ന് പറയുമ്പോ അത് നിസ്സാരവൽക്കരിച്ചു കളഞ്ഞ ഒരു മനുഷ്യന്റെ ജീവിതത്തെ ഞാൻ ഒന്ന് ചുരുങ്ങിയ വാക്കുകളിൽ ഉയർത്തി കാണിക്കാനായിട്ട് ആഗ്രഹിക്കുക. അതിനൊരു കാര്യമുണ്ട്. 2 വ്യക്തികളെ കുറിച്ച് വേഗത്തിൽ ഞാൻ പരാമർശിച്ചു പോകും. അതിലൊരു വ്യക്തി സകലത്തെയും തള്ളിക്കളഞ്ഞവനാ. രണ്ടാമത്തെ വ്യക്തിയും അങ്ങനെയാ. പക്ഷെ ആദ്യത്തെ വ്യക്തി തന്റെ ആ വലിയ അബദ്ധത്തെ തിരിച്ചറിഞ്ഞ്
മനുഷ്യനോട് തന്റെ ജീവിത കാലഘട്ടത്തിൽ സംസാരിക്കുകയാണ്. രണ്ടാമത്തെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിത കാലഘട്ടത്തിൽ നിന്നല്ല അവന്റെ ശബ്ദം ഉയരുന്നത്. അവൻ മരിച്ചു കഴിഞ്ഞിട്ട് അവൻ യാതനാ സ്ഥലത്ത് നിന്ന് പറയുന്ന ഒരു വസ്തുതയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മനുഷ്യന് മുന്നറിയിപ്പായിട്ട് ഉയർത്തി കാണിക്കുകയാണ്. ആദ്യത്തെ ആളിലേക്ക് ഒന്ന് വരിക. അത് നമുക്ക് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായത്തിലാണ് കാണുവാൻ കഴിയുന്നത്. ആ മനുഷ്യൻ തന്നെയാണ് സഭാപ്രസംഗിയായിട്ട് ഈ പുസ്തകം നമ്മൾ വായിച്ചു കേട്ട വേദഭാഗത്തില് എഴുതി വെച്ചിട്ടുള്ളത്. അദ്ദേഹം ഇങ്ങനെയാ പറയുന്നത്: എല്ലാറ്റിന്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെടുക, ദൈവകൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറയുകയാ, ദൈവം ഒരു ന്യായവിസ്താരം വെക്കാനായിട്ട് പോവുകയാ. സകല രഹസ്യങ്ങളുമായി അതിന്റെ പ്രവർത്തികളുമായി ദൈവം മനുഷ്യനെ കൊണ്ടുവരാനായിട്ട് പോവുകയാ. ഈ മനുഷ്യൻ ശലോമോൻ രാജാവാ. അതാണ് സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 12, 13, 14 വാക്യങ്ങൾ. അതിന്റെ ചരിത്ര വിഷയമാണ് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായത്തില് നമുക്ക് കാണുവാൻ കഴിയുക. ആ മനുഷ്യന് സഭാപ്രസംഗിയുടെ പുസ്തകത്തില് നമ്മൾ വായിച്ചു കേട്ട 12-ാം അധ്യായത്തിന്റെ സമാപന വാക്യങ്ങളിൽ നിന്നുകൊണ്ട് ജീവിതത്തിന്റെ സാരത്തെ കുറിച്ച് മനുഷ്യനോട് വിളിച്ചു പറയുമ്പോ അതിന്റെ ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് തനിക്ക് ലഭിച്ച സകല നന്മകളെയും ദൈവത്തിന്റെ കൃപകളെയും അവൻ അനാദരിച്ചു കളഞ്ഞത് കൊണ്ട് അത് നമുക്ക് വരരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടോണം, എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ഈ ശലോമൻ എന്ന് പറയുന്ന ഈ സഭാപ്രസംഗിയ മനുഷ്യന് ദൈവത്തിന്റെ ആത്മാവ് കൊടുത്തത്. ആ 3-ാം അധ്യായം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം ഇന്ന് രാത്രിയിൽ ഭവനത്തിൽ ചെന്നിട്ട് നിങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് തനിക്ക് ദൈവം കൊടുത്ത വിവിധമായിട്ടുള്ള അനുഗ്രഹങ്ങളെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് മറ്റാർക്കും അവകാശപ്പെടാനായിട്ട് കഴിയുകയില്ല. നാം വായിക്കുന്നത് പോലെ ദൈവം അവന് 2 പ്രാവശ്യം പ്രത്യക്ഷനാവുകയാ. ആർക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട്? അപൂർവമെന്നേ പറയാനുള്ളൂ. നമ്മുടെ ജീവിതത്തില് നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കുകയില്ല. ദൈവം അവന് പ്രത്യക്ഷനാകുകയാ. പ്രത്യക്ഷനാക മാത്രമല്ല ചെയ്തത്, ദൈവം അവന് ജ്ഞാനം കൊടുക്കുന്നുണ്ട്, വിവേകം കൊടുക്കുന്നുണ്ട്. ലോകത്തിൽ മറ്റു മനുഷ്യര് അവന് സമനായിട്ടുണ്ടാകയില്ല എന്ന് പറയുന്നുണ്ട്. ബഹുസഹസ്രമായി ഇസ്രായേൽ ജനത്തെ ഭരിപ്പാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളും ദൈവം അവന് കൊടുക്കുന്നുണ്ട്. പക്ഷെ ദൈവം ഒരു കൽപ്പന കൂടെ അവന് കൊടുത്തു. നിന്റെ അപ്പനായ ദാവീദിനെ പോലെ നിന്റെ ഹൃദയം നിന്റെ ദൈവമായ യഹോവയിങ്കൽ ഏകാഗ്രമായിരുന്ന നിന്റെ ജീവിതത്തെ നീ ക്രമീകരിക്കണം. കാരണം നിനക്ക് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാത്ത അനേക അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് എന്ന് കർത്താവ് പറയുകയാണ്. എന്നാൽ ഞാൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, തുടക്കം നല്ലതായിരുന്നു. ദൈവകൃപയുടെ തുടക്കമാണ്, വിനയത്തോടു കൂടെയുള്ള തുടക്കമാണ്. ഹൃദയം ആദ്യമൊക്കെ സന്തോഷമായിരുന്നു, കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന മനുഷ്യനായിരുന്നു ആദ്യം. പക്ഷേ കാലം മുന്നോട്ട് പോയപ്പോൾ ലഭിച്ച കൃപയെ അവൻ അനാദരിച്ചുകൊണ്ട് ജീവിതത്തിൽ മറ്റൊരു രാജാക്കന്മാരും ചെയ്യാത്ത അനേക പാപപ്രവൃത്തികളെ ചെയ്ത് ദൈവത്തെ കോപിപ്പിച്ച് ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകുന്ന ചരിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുക. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഒടുവിലേക്ക് വരുമ്പോൾ ദൈവത്തിന് പ്രസാദമില്ലാതെയായി, യോഗ്യമായ ഫലം കായ്ക്കുവാൻ കഴിയാതെയായി, ഒടുവിൽ നിരാശയോടുകൂടെ തന്റെ ജീവിതത്തിൽ നിന്നുകൊണ്ട് ദൈവജനത്തോട് അദ്ദേഹം വിളിച്ചു പറയുന്ന വാക്കുകളാണ്: സകല മനുഷ്യനും വേണ്ടുന്നതുണ്ട്, എല്ലാറ്റിന്റെയും സാരം കേൾക്കുക എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ക്രോഡീകരിക്കട്ടെ. ആ മനുഷ്യൻ പറയുകയാ, എനിക്ക് ദൈവത്തിന്റെ കൃപ അത് ധാരാളമായി ലഭിച്ചിട്ടുണ്ടായിരുന്നു, മറ്റനേകരേക്കാൾ എനിക്ക് ദൈവകൃപ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്റെ ജീവിതത്തില് പാപത്തെ താല്പര്യപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ കൽപ്പനകൾക്ക് ഞാൻ പുറംതിരിഞ്ഞു നിൽക്കുകയും എന്റെ ജീവിതം ഇതാ ദൈവത്തിന് കൊള്ളാത്തതായിട്ട് ഞാൻ നിരാശയോടുകൂടെ ഈ ലോകത്തിൽ നിന്ന് പുറപ്പെടുകയാ. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, നിങ്ങൾക്ക് അങ്ങനെ ഭവിക്കരുത്. അതാണ് ഇതിന്റെ സന്ദേശം. എന്റെ ജീവിതത്തിൽ ലഭിച്ച ദൈവത്തിന്റെ കൃപയെ ഞാൻ അനാദരിച്ചത് കൊണ്ട് ഞാൻ ദൈവത്തിന് പ്രയോജനമില്ലാത്തവനായി പോവുകയാ. അതുകൊണ്ട് അദ്ദേഹം പറയുകയാ, എല്ലാറ്റിന്റെയും സാരം കേൾക്കുക. ഇന്ന് രാത്രി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ദൈവം ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ദൈവത്തിന്റെ കൃപ നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ സന്ദേശത്തിലേക്ക് തിരിച്ചു വരുന്നതിന് മുൻപ് ഒരു വാക്ക് പറയട്ടെ. ഇന്ന് രാത്രി
ലഭിച്ച കൃപയ്ക്കനുസരിച്ച് അങ്ങയുടെ ജീവിതം ദൈവ മുൻപാകെ പ്രസാദകരമായി ജീവിക്കുവാനായിട്ട് പ്രിയ സഹോദരി, പ്രിയ സഹോദര, നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അത് തന്നെയുമല്ല, മറ്റൊരു മനുഷ്യനെ കുറിച്ചുള്ള പരാമർശം കൂടെ പറയാതിരുന്നാൽ ഇന്ന് രാത്രി എനിക്ക് മനസ്സമാധാനം ഉണ്ടാകില്ല. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 27, 28 വാക്യങ്ങളില് രണ്ടാമത്തെ മനുഷ്യൻ, ആദ്യത്തെ മനുഷ്യൻ ജീവിത കാലഘട്ടത്തിൽ പറയുന്നു എല്ലാറ്റിന്റെയും സാരം കേൾക്കുക, അതെല്ലാ മനുഷ്യനും വേണ്ടതാണ്. രണ്ടാമത്തെ മനുഷ്യന്റെ പ്രത്യേകത, അവൻ ജീവിത കാലഘട്ടത്തിൽ അല്ല പറയുന്നത്, അവൻ മരിച്ചു കഴിഞ്ഞിട്ട് സ്വർഗത്തിലെ ദൈവം അവിടുന്ന് പ്രത്യേകമായ വിധത്തില് നരകത്തിന്റെയും സ്വർഗത്തിന്റെയും പാതാളത്തിന്റെയും അധികാരിയായ ദൈവം ആ സ്വർഗം ഒന്ന് തുറന്നിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരികയാ. ആ യാതനാ സ്ഥലത്ത് കിടന്നുകൊണ്ട് ഒരു മനുഷ്യൻ പറയുന്ന വാക്കുകള് ഒന്ന് വായിച്ചാട്ട. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 27, 28 വാക്യങ്ങൾ ഉറക്കെ നിർത്തി വായിച്ചാൽ. അതിന് അവൻ, എന്നാൽ പിതാവേ, അവന് എന്റെ അപ്പന്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ധനവാനായ മനുഷ്യൻ അവൻ എന്താ പറയുന്നത്? എന്നാൽ പിതാവേ, ഈ പറയുന്ന ലാസറിനെ എന്റെ അപ്പന്റെ വീട്ടിൽ എന്ത് ചെയ്യണം? അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. 28-ാം വാക്യം അദ്ദേഹം പറയുകയാ, എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് കാണുവാൻ കഴിയുകയാ. ഇത് നമുക്കറിയാം, ഇതും നമ്മള് സൺഡേ സ്കൂളിലൊക്കെ കഥയായിട്ട് പഠിപ്പിക്കുന്ന വിഷയമാണ്. ഇനി മുതൽ അങ്ങനെ ചെയ്യരുത്, ഇത് കഥയല്ല. കാരണം എന്താ? ക്രിസ്തു ഉപമ പറയുമ്പോൾ, കർത്താവ് മനസ്സിലാക്കി കൊടുക്കുവാൻ കഥകൾ പറയുമ്പോൾ അവിടെ പേരുകൾ പറയാറില്ല. എന്നാൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ ധനവാന്റെയും ലാസറിന്റെയും ചരിത്രമുണ്ടല്ലോ, അത് കഥയല്ല. ധനവാന്റെ പേര് ദൈവം വെളിപ്പെടുത്തുന്നില്ല. അതിന് പല കാരണങ്ങൾ എന്റെ മനസ്സിലുണ്ട്, ഇന്ന് രാത്രി ഞാൻ അത് പരാമർശിക്കുന്നില്ല. എന്നാൽ ലാസർ എന്ന മനുഷ്യന്റെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് ചരിത്രത്തിൽ ക്രിസ്തു ജീവിക്കുന്ന ആ കാലഘട്ടത്തിലോ ഒരുപക്ഷെ അതിന് മുൻപോ ഉള്ള ഒരു സംഭവത്തെ ദൈവത്തിന്റെ പരിശുദ്ധാരൂപി, ദൈവത്തിന്റെ പുത്രൻ മനുഷ്യന്റെ കൺമുൻപിലേക്ക് കൊണ്ടുവരികയാ. ആ ധനവാനായ മനുഷ്യൻ മരിച്ചു. അവൻ യാതനാ സ്ഥലത്ത് പോയി. അവൻ ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചില്ല. അവൻ ധനവാനായതുകൊണ്ടല്ല നരകത്തിലേക്ക് പോയത്, യാതനാ സ്ഥലത്തേക്ക് പോയത്, മറിച്ച് അവൻ ദൈവകൃപയെ അനാദരിച്ചത് കൊണ്ട്. അതുകൊണ്ട് തന്നെയുമല്ല, ഈ ലാസർ പാവപ്പെട്ടവനായതുകൊണ്ടല്ല, അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്, പാവപ്പെട്ടവനായതുകൊണ്ടല്ല അവൻ സ്വർഗത്തിലേക്ക് പോയത്. അബ്രഹാം പിതാവിന്റെ മടി, അത് വലിയ മടിയൊന്നുമല്ല, അത് യഹൂദന്മാർ പർദീസയ്ക്ക് പറയുന്ന പേരാ. അങ്ങനെയാണെങ്കിൽ യൂത കാലഘട്ടത്തിൽ, ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ അതിന്റെ മുൻപിൽ ജീവിച്ചിരുന്ന ധനവാൻ മനുഷ്യന്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് ലാസറിനെയും ചൂണ്ടിക്കാണിച്ചിട്ട് നടന്ന സംഭവം കർത്താവ് പറയുകയാ. ധനവാന്റെയും ലാസറിന്റെയും കാര്യം കഥയല്ല, അത് സംഭവമാണ്. മനുഷ്യന് മനസ്സിലാകേണ്ടതിന് മുന്നറിയിപ്പായിട്ട് പാതാളത്തിന്റെയും സ്വർഗത്തിന്റെയും ഒക്കെ താക്കോൽ കൈവശമുള്ള ദൈവപുത്രനായ യേശു ക്രിസ്തു ഇന്ന് രാത്രി ലാലൂരിന്റെ മണ്ണിലോട്, തൃശ്ശൂരിന്റെ മണ്ണിലോട് വചനം കേൾക്കുന്നവരോട് പറയുകയാ. ആ യാതനാ സ്ഥലത്ത് കിടന്നുകൊണ്ട് ഒരു മനുഷ്യൻ പറയുകയാ, എല്ലാറ്റിന്റെയും സാരം കേൾക്കുക, അത് സകല മനുഷ്യനും വേണ്ടതാ. അദ്ദേഹം എന്താ പറയുന്നത്? എന്നാൽ പിതാവേ, അവനെ എന്റെ അപ്പന്റെ വീട്ടിൽ അയക്കണമെന്ന് അപേക്ഷിക്കുന്നു. അദ്ദേഹം ഇങ്ങനെ പറയട്ടെ, ഇപ്പോഴാണ് അവന് സഹോദരന്മാരെ കുറിച്ചുള്ള ബോധമുണ്ടായത്. കാര്യമെന്ന, ജീവിച്ചിരുന്ന കാലഘട്ടത്തില് അവൻ മോശയുണ്ടായിരുന്നു, പ്രവാചകന്മാരുണ്ടായിരുന്നു. ഇന്നത്തെ കാലഘട്ടം അനുസരിച്ച് പറഞ്ഞാൽ വീടുകളിൽ ചെന്ന് പറയുന്ന സുവിശേഷകന്മാരുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തള്ളിക്കളഞ്ഞു. കൃപയുടെ കാലഘട്ടത്തെ അനാദരിച്ചു കളഞ്ഞു. അവന്റെ ജീവിതത്തിന്റെ കാലം അസ്തമിച്ചു. ഇന്ന് രാത്രി ഓർമ്മപ്പെടുത്താം, മരണത്തിനപ്പുറത്ത് അങ്ങക്ക് സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ജീവിതത്തിന്റെ കാലഘട്ടത്തില് യേശുക്രിസ്തുവിനെ ഏക രക്ഷിതാവും ഏക കർത്താവും ഏക ദൈവവുമായി സ്വീകരിക്കണം. മരണത്തിനപ്പുറത്ത് അങ്ങക്ക് സ്വർഗത്തിൽ പോകുവാൻ മരണശേഷമുള്ള യാതൊരു കർമ്മങ്ങൾ കൊണ്ടും സാധിക്കയില്ല. എന്നാൽ ജീവനോടെ ഇരിക്കുമ്പോൾ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ, യേശുക്രിസ്തുവിനെ രക്ഷിതാവായി അംഗീകരിച്ചാൽ, യേശുവിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ, പാപബോധത്തോടെ ദൈവപുത്രന്റെ സന്നിധാനത്തിലേക്ക് വന്നാൽ, യേശുവിന്റെ രക്തം സകല പാപത്തിന്റെ കറയും കഴുകിക്കളഞ്ഞ് അങ്ങേ ദൈവത്തിന്റെ പൈതലാക്കി തീർക്കുന്ന അനുഗ്രഹീതമായ വചനമാണ്. എന്നാൽ ജീവിത കാലഘട്ടത്തില് അതുണ്ടാകണം. അതാ കാണുവാൻ കഴിയുന്നത്. ആ മനുഷ്യന് ആ യാതനാ സ്ഥലത്ത് കിടന്നപ്പോ തന്റെ ജീവിതത്തിൽ നഷ്ടമാക്കി കളഞ്ഞ, വ്യർത്ഥമാക്കി കളഞ്ഞ കൃപയുടെ കാലഘട്ടത്തെ കുറിച്ചുള്ള ബോധം ഹൃദയത്തിൽ വന്നപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, എനിക്ക് 5 സഹോദരന്മാരുണ്ട്,
അവരെന്ത് ചെയ്യരുത്? ഞാൻ ഇന്ന് കിടക്കുന്നത് പോലെ ഈ യാതനാ സ്ഥലത്തിലേക്ക് വരരുത് എന്നുള്ളത് അദ്ദേഹം പറയുക. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ, ഇന്ന് രാത്രിയില് എല്ലാറ്റിന്റെയും സാരം കേൾക്കണം. അത് സകല മനുഷ്യനും വേണം. അതിലൊന്നാമത്തെ വിഷയം, എല്ലാത്തിന്റെയും സാരം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ജീവിതത്തിന്റെ നിത്യത എവിടെ ചിലവഴിക്കുമെന്നുള്ളതാണ്. അതിന് ഉത്തരം ഇവിടെ വെച്ച് തന്നെ കണ്ടെത്തിയേ സാധിക്കുകയുള്ളൂ. മരണത്തിനപ്പുറത്ത് നീ ചിന്തിച്ചതുകൊണ്ട് നീ സ്വർഗത്തിൽ പോകുകയില്ല. എന്ന ജീവനോടെ ഇരിക്കുമ്പോൾ തമ്പുരാൻ തന്നിട്ടുള്ള കാലഘട്ടത്തില് അത് ചിന്തിച്ച് നിന്നെ ആത്മരക്ഷകരഹിതമാക്കണം. അത് ദൈവത്തിന്റെ വചനം പറയുകയാ. ഞാൻ ഇതിലേക്ക് വരുന്നുണ്ട്. എന്നാൽ വിശ്വാസികളോട് ഞാൻ പറയട്ടെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തില്, നമ്മുടെ ജീവിതത്തില് കർത്താവ് തന്നിട്ടുള്ള ഈ എല്ലാത്തിന്റെയും സാരം കേൾക്കാനുള്ള, ജീവിതത്തെ ക്രമീകരിക്കാനുള്ള സമയത്ത് എങ്ങനെയാണ് ചിലവഴിക്കുന്നത്? രക്ഷിക്കപ്പെട്ടിട്ട് എത്ര നാളുകളായി? എന്നാൽ ഞാൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, ഇന്നും അങ്ങയുടെ ജീവിതത്തില് മാറ്റുവാൻ കഴിയില്ല എന്ന് നീ ചിന്തിക്കുന്ന ചില പാപങ്ങൾ നിന്റെ ജീവിതത്തിലില്ലേ? നിന്റെ വാക്കില് രക്ഷിക്കപ്പെട്ട നാളിലെ തെറ്റ് ഇന്നും ആവർത്തിക്കുന്നില്ലേ? നിന്റെ ജീവിതത്തിൽ ഹൃദയത്തിലെ പല മോഹങ്ങൾ നിനക്കുന്നില്ലേ? നിന്റെ ജീവിതത്തില് മാറ്റിക്കളയാത്ത അനേക പാപങ്ങളെ നീ വെച്ചുകൊണ്ട് പോകുന്നില്ലേ? എന്നാൽ ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ ആത്മാവ് അങ്ങയോട് പറയുന്നത്, ജീവിതത്തിന്റെ കാലഘട്ടത്തിൽ ക്രമീകരിക്കാതെ ഇരുന്നാൽ നിത്യതയിൽ നീ ലജ്ജിക്കാനായിട്ട് പോവുകയാ. അത് വിശ്വാസിയോടും പറയുകയാ. സകല മനുഷ്യനും വേണ്ടുന്ന ആദ്യത്തെ കാര്യം അങ്ങയുടെ ജീവിതത്തെ ശരിയായിട്ട് ക്രമീകരിക്കുക. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമായിട്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ തന്നിട്ടുള്ള ദൈവം തന്ന ഈ നല്ലൊരു സമയമാണ് ജീവിതം എന്ന് പറയുന്നത്. ചില ആൾക്കാർ പറയുന്നത് പോലെ ഈ ജീവിതത്തിന് വലിയ വിലയൊന്നുമില്ല. അല്ലെങ്കിൽ ചില ആളുകൾ പറയുന്നത് പോലെ മരിച്ചിട്ട് എങ്ങോട്ട് പോകും, അതിപ്പോൾ ചിന്തിക്കണോ? എന്നാൽ ഞാൻ പറയട്ടെ, യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാതെ നിത്യ നരകത്തിലേക്ക് പോകുമ്പോഴാണ് നീ കളഞ്ഞു കുളിച്ച നിന്റെ ജീവിതത്തിന്റെ വില നീ തിരിച്ചറിയാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി കർത്താവിന്റെ ദാസൻ എന്ന നിലയിൽ നിന്നുകൊണ്ട് ദൈവവചനത്തിന്റെ ആധികാരികതയിൽ, അനിശ്ചിതതയിൽ ഞാൻ ഈ മണ്ണിനോട് ഇന്ന് രാത്രി യഹോവയുടെ വചനം പറയുന്നു, അങ്ങയുടെ ജീവിതത്തിന്റെ കാലഘട്ടത്തെ അങ്ങ് വ്യക്തമാക്കരുത്. ദൈവം തന്ന കൃപയെ തള്ളിക്കളയരുത്. മറിച്ച് ഈ ജീവിതത്തില് യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരുവാനായിട്ട് അങ്ങേക്ക് സാധിക്കണം. അപ്പോൾ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, അങ്ങ് കേൾക്കുമെന്നത് സകല മനുഷ്യർക്കും വേണ്ടുന്നത് അത് ജീവിതത്തിന്റെ സാരത്തെ കേൾക്കുക, എല്ലാറ്റിന്റെയും സാരം കേൾക്കുക. രണ്ടാമത്തെ കാര്യം എന്താ? വായിച്ചു കേൾക്കാം. അതേ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. 12-ാം അധ്യായം സഭാപ്രസംഗികളുടെ പുസ്തകം അതിന്റെ 13-ാം വാക്യം കർത്താവിന്റെ ദാസൻ വായിക്കുന്നതാണ്. അവിടെ രണ്ടാമത്തെ വിഷയം നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒന്ന്, എല്ലാത്തിന്റെയും സാരം കേൾക്കുക. അത് ജീവിതത്തിന്റെ ക്രമീകരണമാണ്, യേശുവിന് ജീവിതം കൊടുക്കലാണ്. രണ്ടാമത്തെ വിഷയം വായിച്ചു കേൾക്കാം. അതേ അധ്യായം, അതേ വാക്യം. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് മതിയച്ച. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഒന്ന്, എല്ലാറ്റിന്റെയും സാരം കേൾക്കണം. ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താ? ദൈവത്തെ ഭയപ്പെടുക. അതാണ് രണ്ടാമത്തെ വിഷയം. ഇന്ന് രാത്രിയില് സകല മനുഷ്യർക്കും എന്ന് പറഞ്ഞാൽ, ചില ആളുകൾ പറയാറുണ്ട് എനിക്കിതൊന്നും ബാധകമല്ല. ചില ആൾക്കാർ പറയാറുണ്ട് എനിക്ക് ദൈവത്തോടെ കണക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. നീ കണക്ക് കൊടുക്കാൻ നീ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും, നീ അതിന് തയ്യാറാണെങ്കിലും ഇല്ലെങ്കിലും, ഇന്ന് രാത്രി പറയട്ടെ, ദൈവം കണക്ക് ചോദിക്കാൻ നിന്റെ അനുവാദം ചോദിക്കുന്നില്ല. നീ ധരിച്ചത് ദൈവത്തിന്റെ അനുവാദത്തോട്, നിന്റെ ഹിതപ്രകാരമല്ല. അങ്ങനെയാണെങ്കിൽ ജീവിതം തന്ന കർത്താവ് ഇന്ന് രാത്രിയില് സകല മനുഷ്യനോടും പറയുകയാ, അങ്ങയ്ക്ക് വേണ്ടുന്ന രണ്ടാമത്തെ വിഷയം ദൈവത്തെ ഭയപ്പെടുക. അത് എന്താ ഈ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ? പല ആളുകളും ഇങ്ങനെ പറയാറുണ്ട്, ഭയപ്പെടണം എന്നൊക്കെ പറയും. പക്ഷെ എന്താ ഈ ഭയപ്പെടുക? വേദപുസ്തകമാണ് ദൈവ ഭയത്തെ കുറിച്ച് അനേക വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഏതാണ്ട് 6 മണിക്കൂറെങ്കിലും നീളുന്ന അനുഗ്രഹീതമായ ഒരു പഠനമാണ് ദൈവത്തോടുള്ള ഭയം എന്താണ്. എന്നാൽ ഇന്ന് രാത്രി ഒരു വേദഭാഗം ഞാനൊന്ന് പറഞ്ഞു കേൾപ്പിക്കാം. എന്താണ് ഇന്ന് രാത്രി ദൈവത്തോടുള്ള ഭയം എന്ന് പറയുന്നത്? വളരെ പരിചയമുള്ള ഒരു വേദഭാഗം, സദൃശവാക്യങ്ങൾ 8-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. അതിന്റെ ആദ്യത്തെ ഭാഗം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം, പറഞ്ഞു കേൾപ്പിക്കാം. സദൃശവാക്യങ്ങൾ 8-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഞാനൊന്ന് പറയാം. യഹോവ ഭക്തി എന്ന് പറയുന്നത് അത്താൽ ദൈവത്തെ ഭയപ്പെടുക. The fear of the Lord is to hate evil. യഹോവ ഭക്തി എന്ന് പറയുന്നത്, ദൈവത്തോടുള്ള ഭയം എന്ന് പറയുന്നത്
എന്താ? ദോഷത്തെ വെറുക്കുന്നതാ. ഇന്ന് രാത്രിയില് സകല മനുഷ്യനും വേണ്ടുന്ന, എല്ലാവരും കേൾക്കേണ്ടുന്ന രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഈ ഭാഗത്ത് നിന്ന് ദൈവത്തെ ഭയപ്പെടുന്ന ജീവിതം നമുക്കുണ്ടാവണം. ഇന്ന് രാത്രി അതില്ലാതിരിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ ആദ്യം വിശ്വാസികൾക്ക് പറഞ്ഞിട്ട് അല്ലാത്തവരോട് പറയുക, സമ്മിശ്രമായ ആളുകളാണല്ലോ എന്റെ മുൻപിലുള്ളത്, ഈ ദേശത്തുള്ളത്. അതുകൊണ്ട് ഞാൻ വിശ്വാസികളോട് ആദ്യം പറയട്ടെ, എന്താണ് ദൈവത്തെ ഭയപ്പെടുക? അത് പാപത്തോടുള്ള വെറുപ്പ്. എന്തുകൊണ്ടാണ് ഒരു വിശ്വാസി പാപത്തെ വെറുക്കേണ്ടത്? കർശനമായിട്ട് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്, പാപത്തോട് നീ കൂട്ടുകൂടരുത്. എന്നാ കാര്യം? പാപത്തോട് കൂട്ടുകൂടരുത്. പാപത്തെ വെറുക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ പ്രാഥമികമായ ഉത്തരം എന്ന് പറയുന്നത് അത് മറ്റൊന്നല്ല, നമ്മുടെ സ്വർഗത്തിന്റെ പിതാവിന് പാപത്തോട് വെറുപ്പാണ്. നമ്മുടെ സ്വർഗീയ പിതാവിന് പാപത്തോട് താല്പര്യമില്ല. നമ്മുടെ സ്വർഗീയ പിതാവിന് പാപത്തെ കണ്ണിനും കണ്ണാടിക്കും കണ്ടുകൂടാ. അവിടുന്ന് അതിവിശുദ്ധനായ ദൈവമാണ്. ഹല്ലേലൂയ! അവിടുന്ന് പരിശുദ്ധനായ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധനായ ദൈവം നമ്മുടെ സ്വർഗത്തിന്റെ പിതാവായതുകൊണ്ട് അല്ലയോ വിശ്വാസിയെ, അങ്ങയുടെ ജീവിതത്തിന്റെ പന്ഥാവുകളില് പാപത്തിന് സ്ഥാനം കൊടുക്കുവാൻ ദൈവത്തിന്റെ വചനം ഒരു കാരണവശാലും അങ്ങക്ക് അനുവാദം തരുന്നില്ല. അത് ബലഹീനതയാണെന്ന് പറയരുത്. എന്റെ കുടുംബത്തിന്റെ മുഖമുദ്രയാണെന്ന് പറയരുത്. ഞങ്ങൾ എല്ലാവരും അങ്ങനെയാണ് എന്ന് നീ പറഞ്ഞൊഴിയരുത്. ഇന്ന് രാത്രി നിന്റെ സ്വർഗത്തിന്റെ പിതാവിന്, എന്റെ സ്വർഗീയ പിതാവിന് ഒരു നിർബന്ധമുണ്ട്. അവിടുത്തെ മക്കൾ പാപത്തെ വെറുക്കുന്നവരായി തീരണം. കാരണം നമ്മുടെ അപ്പന് പാപത്തോട് കൂട്ടുകൂടാൻ കഴിയില്ല. അത് ദൈവത്തിന്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, അവിടുത്തേക്ക് യാതൊരു മാറ്റവും ഗതിഭേദവും വരാത്തൊരു ദൈവമാണ്. സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞാലും, നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും, കോടാനുകോടി വർഷങ്ങൾ കഴിഞ്ഞാലും ദൈവത്തിന് തുടക്കമില്ല. ദൈവം ആദിയിൽ എങ്ങനെയായിരുന്നുവോ അങ്ങനെ പറയാനേ എനിക്കറിയത്തുള്ളൂ. ആദിയിൽ ദൈവം എങ്ങനെയായിരുന്നുവോ അനാദിയും ശാശ്വതമായുള്ള ദൈവത്തിന്റെ അനശ്വരമായ സ്വഭാവം പാപത്തോട് ദൈവത്തിന് കൂട്ടില്ല, ദൈവത്തിന് കൂട്ടായ്മയില്ല. അതുകൊണ്ട് വിശ്വാസിയോട് കർത്താവ് പറയുക, നമ്മുടെ സഭാ ജീവിതങ്ങളില്, നമ്മുടെ വ്യക്തി ജീവിതങ്ങളില്, നമ്മുടെ രഹസ്യ ജീവിതത്തില്, നമ്മുടെ പരസ്യ ജീവിതത്തില്, നമ്മുടെ വാക്കില്, പ്രവൃത്തിയില്, ചിന്തയില് പാപത്തോട് കൂട്ടുകൂടുവാൻ ദൈവം ഒരു കാരണവശാലും നമ്മളെ അനുവദിക്കുന്നില്ല. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന ഏതെങ്കിലും വിശ്വാസി അങ്ങയുടെ ജീവിതത്തില് പാപത്തോട് കൂട്ടുകൂടുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ രഹസ്യ പാപങ്ങള് അങ്ങയുടെ ജീവിതത്തിന്റെ അകത്തളത്തിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ, ബലഹീനത എന്ന് പറഞ്ഞ് അനേക വർഷങ്ങളായി നിന്റെ നാവിനെ നീ കടിഞ്ഞാണിടാതെ ജീവിക്കുന്നെങ്കിൽ, നീ അയോഗ്യമായി കർത്താവിനെ ശുശ്രൂഷിക്കുന്നെങ്കിൽ, ആരാധിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാകണം. കാരണം ഈ അപ്പന്, സ്വർഗത്തിലെ പിതാവിന് പാപത്തോട് കൂട്ടില്ല, കൂട്ടായ്മയില്ല. പാപത്തെ വെറുക്കുന്നവനാണ് ഞാൻ പ്രസംഗിക്കുന്ന എന്റെ കർത്താവ്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളില് ഒരു വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. ആദ്യത്തെ ഭാഗം നമുക്കറിയാം, അത് കർത്താവിന്റെ ദാസൻ വായിക്കും. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. അതിന്റെ ആദ്യത്തെ ഭാഗം ഒന്ന് വായിച്ചാട്ടെ, നിർത്തി വായിച്ചാട്ടെ. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. വ്യഭിചാരികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് വ്യഭിചാരികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവസന്നിധിയില് ലോകത്തോട് കൂട്ടുകൂടുന്നവരെ വിളിക്കുന്ന പേരവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി അതിലേക്ക് പോയാൽ എന്റെ വിഷയം മാറിപ്പോകുമെന്നുള്ളത് കൊണ്ട് ഇന്ന് രാത്രി ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. എന്നാൽ അവിടെ പറയുന്നു, അല്ലയോ വിശ്വാസിയെ, ലോക സ്നേഹം അത് ദൈവത്തോട് ശത്രുത്വമാണ്. ഇന്ന് രാത്രി എന്താണ് ലോകമെന്ന് പറഞ്ഞാൽ അതിന് 3 അർത്ഥങ്ങളെങ്കിലും ഉണ്ട്. പക്ഷെ ഈ ഭാഗത്തിലേക്ക് വരുമ്പോൾ ലോകമെന്ന് പറയുന്നത് മനുഷ്യനെ കുറിച്ചിട്ടല്ല, ഈ പ്ലാനറ്ററി എർത്തിനെ കുറിച്ചല്ല, ഗ്രഹമണ്ഡലത്തെ കുറിച്ചല്ല, മറിച്ച് പിശാചിനാൽ നയിക്കപ്പെടുന്ന the system of this world, ഈ ലോകത്തിന്റെ പാപ സംവിധാനത്തെയാണ് ലോകമെന്ന് അവിടെ പറയുന്നത്. അത് പിശാചി നയിച്ചുകൊണ്ടിരിക്കുകയാ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എവിടെ തിരിഞ്ഞാലും പാപമുണ്ട്. പാപത്തെ തേടി എങ്ങും പോകണ്ട. അതിപ്പോൾ മാത്രമല്ല, പണ്ടും അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് കയ്യിനോട് മനുഷ്യ
ഉൽപ്പത്തിയിൽ തന്നെ സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ പറഞ്ഞത്, കൈയിലെ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ എന്ത് ചെയ്യണം? ജയിക്കണം. പാപം വാതിൽക്കലുണ്ട്. ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവ് പറയുകയാ, വിശ്വാസികളോട് പറയുകയാ, നാം രണ്ടാമത് അറിയേണ്ടത് ഈ കാര്യമാ. ദൈവത്തെ ഭയപ്പെടുക, പാപത്തെ വെറുക്കുക. കാരണം ലോക സ്നേഹം അത് ദൈവത്തോട് എന്താണ്? ശത്രുത്വമാ. നമ്മളെ മിത്രമാക്കുന്ന യോഗ്യതകളില്ലാതിരുന്നിട്ടും ഏകജാതനെ ക്രൂശിൽ തകർത്തുകൊണ്ട് അവിടുത്തെ പരിപാവനമായ ചോര കാൽവരിയുടെ ക്രൂശിൽ ഊറ്റിക്കളഞ്ഞ് നമ്മളെ വീണ്ടെടുത്ത പാപക്കളങ്ങളെ ക്ഷമിച്ചു തന്ന നമ്മുടെ അപ്പനോട് ശത്രുവായ പിശാചിന്റെ വ്യവസ്ഥയെ സ്നേഹിപ്പാൻ നമുക്ക് ഒരു കാരണവശാലും തമ്പുരാൻ എന്നാ തരുന്നില്ല? അനുവാദം തരുന്നില്ല. ഇന്ന് രാത്രിയില്ല പ്രിയ ദൈവജനത്തോട് വളരെ വ്യക്തമായി ഞാൻ പറയട്ടെ, അങ്ങയുടെ ജീവിതത്തില് ലോക സ്നേഹമുണ്ടോ? ചിലതിനെ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടോ? നീ ലാളിച്ചുകൊണ്ട് നടക്കുകയാണോ? 2025 നിന്റെ ആയുസിന്റെ ദിനങ്ങൾ ദൈവം ദീർഘമാക്കി തന്നിട്ടും ക്രൂശിൽ പ്രാണൻ തന്ന ആ കർത്താവ് സ്നേഹിക്കാത്തതിനെ, കർത്താവ് വെറുക്കുന്നതിനെ ഇന്ന് രാത്രി നീ ഓമനെ പേരിട്ട് വിളിച്ച് നിന്റെ ജീവിതത്തിൽ കൂട്ടിക്കൊണ്ടു പോകുന്നെങ്കിൽ ദൈവം നിന്നെ വിളിക്കുന്ന പേര് മറ്റൊന്ന്. അതുകൊണ്ട് ഇന്ന് രാത്രി പറയട്ടെ, വളരെ വ്യക്തമായി പറയട്ടെ, എല്ലാവർക്കും വേണ്ടുന്ന രണ്ടാമത്തെ കാര്യം നമുക്കും ബാധകമാ. അത് ദൈവത്തെ ഭയപ്പെടുക. ദൈവസന്നിധിയില സുവിശേഷം അംഗീകരിക്കാത്ത ആരെങ്കിലും ഇന്ന് രാത്രിയില എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവ് എനിക്ക് തന്ന കൃപയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് ദൈവത്തിന്റെ സന്ദേശം ഈ ദേശത്തോട് സുവിശേഷത്തിന്റെ ഭാഷയിലും വിളിച്ചു പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഞാൻ ഇങ്ങനെ പറയാം, രണ്ടാമത്തെ വിഷയം അത് ദൈവത്തെ ഭയപ്പെടുക. ദൈവത്തെ ഭയപ്പെടുക സമം പാപത്തെ വെറുക്കുക. അത് സ്വർഗത്തിലെ ദൈവത്തിന് ഇഷ്ടമല്ല, അത് ദൈവത്തോട് ശത്രുത്വമാണ്. അപ്പോൾ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, എന്തിനാണ് ദൈവം അവിടുത്തെ ഏകജാതനായ പുത്രനെ കാൽവരിയുടെ ക്രൂശില് തകർത്ത് കളഞ്ഞത്? അതിനൊരു വ്യക്തമായ ഉത്തരം വിശുദ്ധ തിരുവെഴുത്തിനുണ്ട്. അത് മറ്റൊന്നല്ല, ദൈവം പാപത്തെ എങ്ങനെ വെറുക്കുന്നുവെന്ന് കാൽവരിയുടെ ക്രൂശിൽ നിന്ന് മനുഷ്യന് കാണാനായിട്ട് കഴിയും. അതവിടെ കാണാൻ സാധിക്കുന്നത്. പലപ്പോഴും ദൈവദാസന്മാർ പ്രസംഗിക്കുമ്പോഴൊക്കെ പറയാറുണ്ട്, ഞാനും അത് കേട്ടിട്ടുണ്ട്, ഞാനും അത് പ്രസംഗിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് പിതാവാം ദൈവത്തിന് അവിടുത്തെ ഏകജാതനായ ഓമനകുമാരനെ കാൽവരിയുടെ ക്രൂശില് ഇങ്ങനെ തകർത്ത് കളയാൻ കഴിഞ്ഞത്? ചിന്തിച്ചിട്ടുണ്ടോ? ദേശമേ, ഇന്ന് രാത്രി ലാലൂരിന്റെ മണ്ണിലോട് ഞാൻ വിളിച്ചു പറയട്ടെ, ക്രിസ്തുമസ് കഴിഞ്ഞു, യേശു ക്രിസ്തു ധരിച്ചത് ലോകം ആഘോഷിച്ചു, യേശു മരിച്ചത് ഏവർക്കും അറിയാം. പക്ഷെ നീ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് കാൽവരിയുടെ ക്രൂശില് യേശു ക്രിസ്തുവിനെ പിതാവാം ദൈവം ഇങ്ങനെ തകർത്ത് കളഞ്ഞ് നിന്നെ സ്നേഹിച്ചുവെന്ന്? അതിനൊരു ഉത്തരമുണ്ട്. ദൈവം പാപത്തെ വെറുക്കുന്നതിന്റെ നേർരേഖാചിത്രമാണ് കാൽവരിയുടെ ക്രൂശില് നമുക്ക് കാണുവാൻ കഴിയുക. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം യേശു ക്രിസ്തു ചരിത്രത്തിന്റെ വീഥികളിലേക്ക് നടന്നിറങ്ങി വരുമ്പോ, ആ യോർദാൻ നദിയിൽ സ്നാനമേൽക്കാനായിട്ട് ഇറങ്ങി വരുമ്പോൾ സ്നാപക യോഹന്നാൻ ദൈവാത്മ പ്രേരിതനായിട്ട് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ, ഒന്ന് ചേർന്ന് പറഞ്ഞാട്ടെ, ഇതാ, ഒന്ന് ഉറക്കം പറഞ്ഞാട്ടെ, ഇതാ ലോകത്തിന്റെ. എന്ത് പറഞ്ഞാലും ഞങ്ങൾ നാം അനക്കുകയല്ല ബ്രദറെ. അങ്ങനെയാണെങ്കിൽ നിനക്കിത് ബാധകമാണ്. ഇന്ന് രാത്രി പറയട്ടെ, അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. യേശു കർത്താവിന്റെ ഒരു വാക്യം പറയാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിന്നെ ദൈവം എങ്ങനെയാ ഉപയോഗിക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. എന്റെ നെഞ്ചകത്തിൽ ഞാൻ ആ വാക്കൊന്നു കൂടെ പറയാം. യേശു ക്രിസ്തു ഇറങ്ങി വരികയാണ് ചരിത്രത്തിന്റെ വീഥിയിലേക്ക്. സ്വർഗത്തിൽ നിന്ന്, ഫലത്തിൽ നിന്ന് പാലിലേക്ക് ഇറങ്ങി വന്ന് യോർദാൻ നദിയില് സകല ദൈവനീതിയും നിവൃത്തിയാക്കേണ്ടതിന് യേശു സ്നാപകന്റെ അടുക്കിലേക്ക് വരുമ്പോൾ ആ ദൈവ കുഞ്ഞാടിനെ ചൂണ്ടിക്കാണിച്ച് ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആ ദൈവ കുഞ്ഞാട് ചരിത്രത്തിൽ ജീവിച്ചു. 33 തിരുവയസ്സിൽ വരെ അവിടുന്ന് ജീവിച്ചു. അതിനുശേഷം മനുഷ്യന്റെ പാപപരിഹാരാർത്ഥം 20 നൂറ്റാണ്ടുകൾക്ക് പിറകില് അവിടുന്ന് കാൽവരിയുടെ ക്രൂശില് ഗോൽഗോഥാ മലയുടെ മുകളില് 2 കള്ളന്മാരുടെ മധ്യത്തില്, എബ്രായ ലേഖനകാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ യാഗവേദിയില് മനുഷ്യന്റെ പാപപരിഹാരം വരുത്തുവാൻ അവിടുന്ന് കാൽവരിയുടെ കൊലമരത്തിൽ മരിക്കുകയുണ്ടായി. ആ മരണം ലളിതമായിരുന്നില്ല, പീഡകൾ സഹിച്ച്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ
ആ വാക്ക് ഞാൻ ഇങ്ങനെ പറയട്ടെ, എബ്രായ ലേഖനകാരൻ വളരെ വ്യക്തമായി ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ രക്ഷാനായകൻ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി തീർന്നു. ഹല്ലേലൂയ! നമ്മുടെ രക്ഷാനായകൻ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി തീർന്നു. എന്താ അതിന്റെ അർത്ഥം? ഭാവി നരകത്തിൽ അനുഭവിക്കേണ്ടുന്ന സകല നരക ശിക്ഷകളും ദൈവം തന്റെ ഏകജാതനായ പുത്രൻ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ഹല്ലേലൂയ ദൈവത്തിന്റെ കുഞ്ഞാടായി മാറിയപ്പോൾ അവന്റെ ശിരസിന്മേൽ വെച്ചിട്ട് അവനെ തകർത്ത് കളവാൻ പിതാവിന് പ്രസാദം തോന്നി. അത് വെറുതെയല്ല, ചിന്തിച്ചു നോക്കണം. ഒരു പാപി നരകത്തിൽ അനുഭവിക്കേണ്ടുന്ന എല്ലാ വേദനകളും യേശു ക്രൂശിൽ കൊടുത്തു തീർത്തു, അനുഭവിച്ചു തീർത്തു. അതാണ് കാണുവാൻ കഴിയുക. 22-ാം സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ അതിന്റെ 1-ാം വാക്യം നമുക്കറിയാം, മശിഹാ സങ്കീർത്തനമാണ്. അവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരച്ചില്, നൂറ്റാണ്ടുകൾക്ക് മുൻപിൽ പ്രവചനത്തിന്റെ ആത്മാവില് ദൈവപുത്രനായ യേശുവിന്റെ കരച്ചില് സങ്കീർത്തനക്കാരൻ കോരിയിടുകയുണ്ടായി. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, അങ്ങനെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്ന് നിൽക്കുന്നതെന്ത്? അത് നരകത്തിന്റെ കരച്ചില. കാര്യമെന്ന ഞാൻ 3-4 കാര്യങ്ങൾ വിശദീകരിക്കാതെ വേഗത്തിൽ അവിടെ പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുക. ഒന്ന്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, അങ്ങനെ എന്നാ ചെയ്തു? ഒന്ന് പറ, എന്നാ ചെയ്തു? കൈവിട്ടു. നരകം കൈവിടപ്പെടലിന്റെ സ്ഥാനമാണ്. ദൈവം കൈവിട്ട പിന്നെ ആരുണ്ട്? നമ്മൾ സാധാരണ ഏത് പ്രശ്നം വന്നാലും നമ്മളൊക്കെ പറയാറുണ്ട്, മനുഷ്യർ കൈവിട്ടാല്, അനേകർ നമ്മളെ ദ്രോഹിച്ചാല്, ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ വന്നാല് നമ്മൾ പറയും, ആരുമില്ലെങ്കിലും എനിക്ക് ഒരു ദൈവമുണ്ട്. അതാണ് കൊച്ചുമഞ്ഞ ഉപദേശിയുടെ വാർത്തകൾ പാടിയപ്പോൾ, ആരും സഹായമില്ല, എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു ആത്മസ്നേഹിതൻ വാനിലുണ്ട്, അവൻ ഇടയൊടുവിൽ മേഘത്തേൽ വന്ന് ചേർക്കും, കല്യാണശാലയിൽ എന്നെ കൂട്ടിക്കൊണ്ടു പോകും. അത് നമ്മുടെ പ്രത്യാശയാണ്. ആ പ്രത്യാശയുള്ളവരെല്ലാം ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇങ്ങനൊന്നും പറഞ്ഞ പോരാ, ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവം കൂടെ കൈവിട്ടാലോ? അതാണ് നരകം. ആ നരകത്തിന്റെ ശിക്ഷ, നരകത്തിൽ ദൈവത്താൽ കൈവിടപ്പെടുകയോ എന്നേക്കും അത് eternal damnation, the eternal separation from the Lord forever. എന്നേക്കുമായി ദൈവം കൈവിടുകയാ. എന്നാൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, 20 നൂറ്റാണ്ടുകൾക്ക് പിറകില് യേശു ക്രിസ്തു കാൽവരിയുടെ കുലമരത്തിന് നരകത്തിന്റെ ഏകാന്തത യേശു കൈവിടപ്പെട്ടു. എന്തിന്? നമ്മെ തന്റെ പാറോട് ചേർക്കേണ്ടതിന്. സകല മനുഷ്യരും അറിയണം, ദൈവം പാപിയെ സ്നേഹിക്കുമ്പോഴും പാപത്തെ ദൈവം വെറുത്തുകൊണ്ട് നമ്മോട് ദൈവത്തെ ഭയപ്പെടാൻ ആവശ്യപ്പെടുകയാണ്. അത് തന്നെയുമല്ല, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, അങ്ങനെ കൈവിട്ടതെന്താ? പിന്നെ പറയുക, എന്നെ രക്ഷിക്കാതെയും. നരകത്തിൽ ആരും എന്നാ ചെയ്യാൻ പറ്റത്തില്ല, രക്ഷിക്കാൻ പറ്റത്തില്ല. പണ്ടൊരു ചങ്ങാതി, ഞാൻ സുവിശേഷം പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, കളിയാക്കി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹം പാസ്റ്റർ എന്നാ വിളിച്ചത്, പാസ്റ്റർ ഞങ്ങളെ ഓർത്ത് വിഷമിക്കണ്ട, ഞങ്ങൾ ഒത്തിരി പേരുണ്ട്, നരകത്തിൽ പോയി ഞങ്ങൾ ചെറുത്താനുമായിട്ട് ചീട്ട് കളിച്ചോളാമെന്ന് പറഞ്ഞു. നിന്റെ ചിന്തയാണ്, മൗഢ്യമാണ്. അയ്യോ, നരകത്തിൽ പോയാൽ നിന്നെ രക്ഷിപ്പാൻ ആരും ഉണ്ടാകില്ല. നീ ചിന്തിക്കും അത് കഥയാണ്, അത് സങ്കല്പമാണ്, അത് തോന്നലാണ് എന്നൊക്കെ നിന്റെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായി പാപത്തെ ഊറ്റിക്കുടിക്കേണ്ടതിന് നീ കള്ളം പറഞ്ഞുകൊണ്ട് വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ ഇന്ന് രാത്രി പറയട്ടെ, യേശു ക്രിസ്തുവിൽ രക്ഷിപ്പാൻ ആരുമില്ലാതെ കൈവിടപ്പെട്ടത് നരകത്തിൽ നീ രക്ഷിക്കപ്പെടുവാൻ അവിടെ പോകാതിരിപ്പാനാണ്. 3-ാമത്തെ വസ്തുത വിശദീകരിക്കുന്നില്ല. അവിടെ പറയുന്നു, എന്നെ രക്ഷിക്കാതെയും എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെ. നരകം എന്താ? അത് ഞരക്കത്തിന്റെ സ്ഥാനമാ. എപ്പോഴാ ഞരങ്ങുന്നത് ഒരു മനുഷ്യൻ? കരയാനുള്ള ശക്തി നഷ്ടപ്പെടുമ്പോഴാണ് എന്നാ ചെയ്യുന്നത്? ഞരങ്ങണം. നരകത്തില് 1 അല്ല, 1000 അല്ല, 1 കോടിയല്ല, തീർന്നു പോകാത്ത നാളുകൾ, endless days, തീർന്നു പോകാത്ത ദിവസങ്ങൾ. ഒരു മനുഷ്യൻ കരഞ്ഞ് 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 അവന്റെ നിശ്ചിത മുഴുവൻ കരയാനുള്ള ശക്തി നഷ്ടപ്പെട്ട് ഞരങ്ങിക്കൊണ്ട് കിടക്കുന്ന സ്ഥാനമാണ്. യേശുവിനെ ഇന്ന് സ്വീകരിക്കാതെ നീ നരകത്തിലേക്ക് പോയാൽ നിന്റെ ഭാവി എന്ന് പറയുന്നത്. എന്നാൽ യേശു ക്രൂശിൽ ഞരങ്ങി. എന്തിനാ?
ദൈവത്തെ ഭയപ്പെടുവാൻ, പാപത്തെ വെറുക്കുവാൻ, ദൈവം പാപത്തെ വെറുക്കുന്നുവെന്ന് കാണിച്ചുകൊണ്ട് കാൽവരിയുടെ ക്രൂശിലെ അദമ്യമായ സ്നേഹത്തെ സാക്ഷ്യം നിർത്തി സ്വർഗം പറയുക, മകനെ മകളെ, നിന്നറിയാതിരിപ്പാൻ എന്റെ പുത്രൻ നിന്റെ പാപത്തിന്റെ ശിക്ഷ ക്രൂശിൽ അനുഭവിപ്പാൻ ഞാൻ അവനെ തകർത്തു കളഞ്ഞു. ഇന്ന് നീ യേശുവിനെ സ്വീകരിക്കണം. നാലാമത്തെ വിഷയം അവിടെ പറയുന്ന മഹാഭയാനകമായ ഒരു കാര്യമുണ്ട്. എന്താ? എന്നെ രക്ഷിക്കാതെയും എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും എന്ത് ചെയ്യുന്നു? അകന്നു നിൽക്കുന്നു. ദൈവം അകലുകയാണ്. അയ്യോ, അത് പറയാൻ എനിക്ക് ഭയമുണ്ട്. ദൈവം അകലുകയാണ്. ഒരു മനുഷ്യൻ യേശുവിനെ സ്വീകരിക്കാതെ പാപത്തെ വെള്ളം പോലെ ഊറ്റിക്കുടിച്ചിട്ട് ഈ ഭൂമി വിട്ട് അവൻ നിത്യമായ നരകത്തിലേക്ക്, യാതനാ സ്ഥലത്തിലേക്ക് പോകുമ്പോ സകല മനുഷ്യനും ഇത് കേട്ടോണം, അവിടെ ദൈവം ഒരിക്കലും നിന്റെ അടുക്കലേക്ക് വരികയില്ല. ഒരു ദിവസമല്ല, 1000 ദിവസമല്ല, തീർന്നു പോകാത്ത നാളുകൾ ദൈവത്തിൽ നിന്ന് നീ എന്നേക്കുമായി അകലപ്പെടുകയാണ്. എനിക്ക് അറിഞ്ഞുകൂടാ ഇതിൽ കൂടുതൽ പറയുവാൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഈ നരക ശിക്ഷ മുഴുവൻ പ്രിയപുത്രന്റെ ശിരസിന്മേൽ ചുമത്തിയിട്ട് നമ്മളെ ചൂണ്ടിക്കാണിച്ചു പറയുകയാ, അല്ലയോ മകനെ, നിനക്ക് വേണ്ടി എന്റെ പുത്രനെ കൊടുക്കുമ്പോ നീ ഇന്ന് രാത്രി ഒരു കാര്യം ചെയ്തോണം. സകല മനുഷ്യർക്കും വേണ്ടുന്ന രീതിയിൽ നീ പാപത്തെ വെറുക്കണം. പാപത്തെ വെറുക്കാൻ നമ്മുടെ കഴിവുകൊണ്ട് സാധിക്കില്ല. പാപത്തെ വെറുക്കുവാനായിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? യേശുവിന്റെ ക്രൂശിന്റെ ചുവട്ടിലേക്ക് വരണം. എന്ത് പറയണം? കർത്താവേ, എനിക്ക് പാപത്തെ വെറുക്കാൻ ആഗ്രഹമുണ്ട്, പാപത്തെ ചെയ്യിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ആഗ്രഹിച്ചിട്ടും ഞാൻ ചെയ്യുന്നത് തിന്മയാണ്. അതാണല്ലോ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, അല്ലോ ഞാൻ അനിഷ്ടമനുഷ്യൻ. അതിന്റെ അർത്ഥം മറ്റൊന്നാണ്, ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി പറയാം, നിനക്ക് ഇന്ന് പാപത്തോട് വിട പറയുവാൻ കൃപ തരുന്ന ഒരു ദൈവമുണ്ട്. ആ കൃപ ക്രൂശിൽ മരിച്ച ക്രിസ്തുവിനെ കാണിച്ചുകൊണ്ടാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് എന്നെ ശ്രദ്ധിക്കുന്ന ആർക്കെങ്കിലും യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരുവാൻ മനസ്സുണ്ടെങ്കിൽ ഒരുപക്ഷെ നിനക്ക് ദൈവം തരുന്ന അവസാനത്തെ സമയമാകാം. ആർക്കറിയാം, ഈ യേശു വന്നാൽ പിന്നീട് അവസരമില്ല. ഏത് നിമിഷവും വാനമേഘങ്ങളെ തേടാക്കി സഭയുടെ കാന്തൻ വെളിപ്പെടാനായിട്ട് നോക്കുക. ദൈവത്തിന് സ്തോത്രം. എത്ര വിശ്വാസികൾ ഒരുങ്ങിയിട്ടുണ്ട്. അതാണ് മൂന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മൂന്നാമത്തെ കാര്യം നോക്കുക. ആ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിച്ചാട്ടെ. അവിടെ നമുക്ക് മൂന്നാമത്തെ കാര്യം കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്ന് വായിച്ചാട്ടെ, വേഗത്തിൽ വായിച്ചാട്ടെ. എല്ലാത്തിന്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുക. അതാണ് സകല മനുഷ്യനും വേണ്ടുന്നത്. എന്തിനാ കൽപ്പന തരുന്നത്? ദൈവത്തിന്റെ വചനത്തെ കൽപ്പനയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രാത്രി ഞാൻ പറയാം, ഈ ദൈവത്തിന്റെ വചനത്തെ തന്നിട്ടുള്ളത് ആ കൽപ്പന അനുസരിക്കാനാ. 14-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 21-23 വാക്യങ്ങളിലേക്ക് വരുമ്പോ അതിന്റെ സംക്ഷിപ്തമായിട്ട് ഇങ്ങനെ പറയട്ടെ. യേശു കർത്താവ് പറഞ്ഞു, എന്റെ കൽപ്പനകൾ ലഭിച്ച് അത് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാണ്. ഇന്ന് രാത്രി വിശ്വാസികളോട് ഞാൻ ചോദിക്കട്ടെ, കൽപ്പന ലഭിക്കാഞ്ഞിട്ടാണോ സ്നേഹിക്കാത്തത്? കൽപ്പന അറിയാത്തത് കൊണ്ടാണോ വചനം അനുസരിക്കാത്തത്? 119-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അങ്ങയുടെ ന്യായപ്രമാണത്തെ കൃത്യമായി ആചരിക്കേണ്ടതിന് അങ്ങ് അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. എനിക്ക് ഇഷ്ടമുള്ളത് അനുസരിക്കാമെന്നുള്ളത് മനുഷ്യ പ്രമാണമാണ്. എന്നാൽ ഇന്ന് രാത്രി സകല വിശ്വാസികളോട് സ്വർഗത്തിലെ തമ്പുരാൻ വ്യക്തമായിട്ട് പറയുന്നത്, ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കണം. എങ്ങനെ അനുസരിക്കണം? ദൈവം പറയുന്നതെല്ലാം അനുസരിക്കണം. അതിനുള്ള കൃപ ഇന്ന് രാത്രി ലഭ്യമാണ്. കർത്താവേ, എനിക്ക് അവിടുത്തെ വചനത്തെ അനുസരിക്കാൻ കഴിയുന്നില്ല. ചിലതിനെ വിട്ടുകളയുകയാണ് ഞാൻ. മനഃപൂർവ്വമായിട്ട് എന്റെ ജീവിതത്തില് ദൈവം തന്ന വചനത്തെ ഞാൻ വിട്ടുകളയുകയാണ്. പക്ഷെ ഇന്ന് രാത്രിയില് അങ്ങയുടെ കൽപ്പനയ്ക്ക് വിധേയപ്പെടുവാൻ എനിക്ക് മനസ്സുണ്ട്. അതിനെനിക്ക് കൃപ തരണമേ. ഞാൻ അവിടുത്തെ പ്രമാണങ്ങളെ കൃത്യമായിട്ട് ആചരിപ്പാൻ മനസ്സുള്ളവനാ. ഇന്ന് രാത്രി ദേശത്തോട് ഞാൻ പറയട്ടെ, ദൈവം പറഞ്ഞിട്ടുള്ള കൽപ്പനയുടെ പ്രാഥമികമായ വശം എന്താണ്?
അത് നമുക്ക് പ്രവൃത്തികളുടെ പുസ്തകത്തിലാണ് കാണുവാൻ കഴിയുക. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം അതിന്റെ 30-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. This is the commandment of Lord to all humankind. എല്ലാ മനുഷ്യരോടുമുള്ള ദൈവത്തിന്റെ കൽപ്പനയാ. എന്താ? ഇപ്പോൾ മാനസാന്തരപ്പെടണം, ഇപ്പോൾ രക്ഷിക്കപ്പെടണം. കാരണം ഇനി ഒരു കാലം നിനക്ക് കിട്ടുമോ എന്നറിഞ്ഞുകൂടാ. ഇന്ന് രാത്രി തള്ളിക്കളയല്ലേ. മാനസാന്തരപ്പെടണം എന്ന് വെച്ചാൽ മനസ്സിന് ഒരു മാറ്റമുണ്ടാകണം. ശ്രദ്ധിച്ചാട്ടെ, ഹൃദയത്തിൽ കുറ്റബോധമുണ്ടാകണം. നീ പാപിയാണ് എന്നുള്ള ബോധം നിനക്കുണ്ടാവണം. യേശു ക്രൂശിൽ മരിച്ചത് ശ്രദ്ധിച്ചാട്ടെ, യേശു ക്രൂശിൽ മരിച്ചത് നിനക്ക് വേണ്ടിയാണെന്നറിഞ്ഞ് നീ മാനസാന്തരപ്പെടണം. നീ തിരിച്ചു വരണം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ സമയപരിധിയിൽ മുന്നോട്ട് പോകാം. അതെ, 4-ാമത്തെ വിഷയം എന്താ? സകല മനുഷ്യനും ഭയപ്പെടേണ്ടത്. ആ വാക്യം അതിന്റെ 14-ാം വാക്യം 12-ാം അധ്യായം സഭാപ്രസംഗിയുടെ പുസ്തകത്തില് നമുക്കത് വായിച്ചു കേൾക്കാം. സഭാപ്രസംഗി 12-ന്റെ 14-ാം വാക്യം ഒന്ന് വായിച്ചാട്ടച്ച. അത് കൂടെ പറയാൻ ഇന്ന് രാത്രി ഞാൻ സമയപരിധിയിൽ ആഗ്രഹിക്കുക. വായിച്ചാട്ടച്ച ഒന്ന് 14-ാം വാക്യം. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും, ദൈവം നല്ലതും തീയതുമായ, വായിച്ചാട്ടെ, സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. അതാണ് 4-ാമത്തെ വിഷയം. സകല മനുഷ്യനും വേണ്ടുന്നത്, ഓർക്കേണ്ടുന്ന 4-ാമത്തെ വിഷയം. കളിതമാശയല്ലാത്ത, സങ്കല്പമല്ലാത്ത വരുവാൻ പോകുന്ന ഒരു വലിയ വിഷയമുണ്ട്. ഒരു ന്യായവിധി വരാനായിട്ട് പോവുകയാ. ആ ന്യായവിധിക്ക് ചില പ്രത്യേകതയുണ്ട്, ഒരുപാട് പ്രത്യേകതയുണ്ട്. സമയപരിധിയില് 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. അതിലൊന്നാമത്തെ കാര്യം, ഈ ന്യായവിധി ദൈവം നിയമിച്ച ന്യായവിധിയാ. അതാണ് എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 27-ാം വാക്യത്തിലേക്ക് വരുമ്പോ നമ്മൾ വായിക്കുന്നത് എന്താ? ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യനെന്ത് ചെയ്തിട്ടുണ്ട്? നിയമിച്ചിട്ടുണ്ട്. ദൈവം നിയമിച്ചു. അത് തന്നെ ഈ വാക്യത്തിലും അങ്ങനെ തന്നെ നമ്മൾ വായിച്ചത്. എന്താ? ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായും ന്യായവിസ്താരത്തിലേക്ക് വരുത്തും. ആര് വരുത്തും? ദൈവം വരുത്തും. 11-ാം അധ്യായം 9-ാം വാക്യത്തിൽ, യൗവനക്കാരാ നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക, യൗവന കാലത്തിൽ നിനക്ക് നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ, നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ചവണ്ണവും നടന്നു കൊള്ളുക. എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നാ നീ അറിയുക. ദൈവം വരുത്തുന്നൊരു നാൾ, ദൈവം നിയമിച്ചൊരു നാളുണ്ട്. ഇത് തമാശയല്ല. നീ ഭൂമിയുടെ എവിടെ പോയി വിളിച്ചാൽ അങ്ങനെ വിളിക്കാൻ പറ്റുകയില്ല. അതാണല്ലോ സങ്കീർത്തനം 139. ഞാൻ ഭൂമിയുടെ അറ്റത്ത് പോയി പാർത്താൽ, സമുദ്രത്തിന്റെ അറ്റത്ത് പോയി പാർത്താൽ, പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ, ഞാൻ ഉഷസ്സിന്റെ അറ്റത്ത് പോയി പാർത്താൽ, എവിടെ പോയാലും നിന്റെ കൈകൾ എന്നെ പിടിക്കും. ഇരുട്ടുപോൽ മലയോ ദൈവമേ അങ്ങക്ക് മറവായിരിക്കുന്നില്ല. ദൈവം ന്യായവിസ്താരത്തിന് ഒരു ദിവസം നിയമിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, മറ്റൊരു കാര്യം അവിടെ പറയുന്നുണ്ട്, അത് ജീവിതത്തെ ആകമാനം പരിശോധിക്കുന്നതാണ്. അങ്ങനല്ലേ ഇവിടെ വായിക്കുന്നത്? എന്താ വായിക്കുന്നത്? അവിടെ വായിക്കുന്നു, ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും എന്ത് ചെയ്യാൻ പോവാ? ന്യായവിസ്താരത്തിലേക്ക്. സകല പ്രവൃത്തികളും സകല രഹസ്യങ്ങളും പ്രവൃത്തികളും ദൈവം വെളിപ്പെടുത്താൻ പോകുന്ന ഒരു ദിവസമുണ്ട്. അപ്പോൾ ചോദ്യം, വിശ്വാസിക്കുണ്ടോ? ഉണ്ട്. വിശ്വാസിക്ക് ശിക്ഷാവിധിയില്ല, പക്ഷെ എന്തുണ്ട്? ഒരു ന്യായ തീർപ്പിന്റെ ദിവസമുണ്ട്. എന്തുകൊണ്ട് വിശ്വാസിക്ക് ശിക്ഷാവിധിയില്ല? റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം. ഐസക്സാറുണ്ട്, ബാബുച്ചായുണ്ട്, അവർക്ക് നന്നായിട്ടറിയാം. അവർക്ക് കുറച്ചുകൂടെ ആധികാരികമായി പറയുവാൻ കെൽപ്പുള്ളവരാ. ഞാൻ ഇങ്ങനെ പറയട്ടെ, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. കാരണം യേശു ക്രൂശിലെടുത്ത ആ ശിക്ഷാവിധി എന്റെ പേർക്കായിരുന്നുവെന്ന് ഞാൻ വിശ്വസിച്ചത് കൊണ്ട്, എന്റെ കർത്താവ് ചുമന്നൊഴിച്ചുവെന്ന് ഞാൻ അംഗീകരിച്ചത് കൊണ്ട് എനിക്ക് ശിക്ഷാവിധിയില്ല, പക്ഷേ ന്യായവിധിയുണ്ട്. അതാ പറയുന്നത് കൊരിന്ത്യർ ലേഖനത്തില്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും ഉറക്കെ പറഞ്ഞാട്ടെ, തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്കിരിക്കുന്നതിന് മുൻപ്
ആദ്യം ഒരു ന്യായാസനമുണ്ട്. ഭീമ എന്ന വാക്ക്, ഉയർന്ന പീഠം, ആ എലവേറ്റഡ് പ്ലാറ്റ്ഫോം, അതിൽ നമ്മളെ ജീവിതങ്ങളെ പരിശോധിക്കപ്പെടുക. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാത്രിയിലെ കർത്താവ് വന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, അങ്ങയുടെ ജീവിതം ശരിയാണ്? അങ്ങയുടെ ഹൃദയം ശരിയാണോ? അവിടുന്ന് കാര്യം തീർക്കുന്ന നാളില് അങ്ങയുടെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ഇത് തമാശയല്ല. നിന്റെ സകല രഹസ്യങ്ങളും ദൈവം പരിശോധിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്തെങ്കിലും തീർക്കാനുണ്ടെങ്കിൽ ഇവിടെ തീർത്തോണം. ആരോടെങ്കിലും ക്ഷമ പറയാനുണ്ടെങ്കിൽ ഇവിടെ ക്ഷമ പറഞ്ഞോണം. പരസ്യമായ ഭാവങ്ങൾക്ക് പരസ്യമായി ഏറ്റു പറഞ്ഞോണം. രഹസ്യമായ ഭാവങ്ങൾ രഹസ്യമായി ഏറ്റു പറഞ്ഞോണം. കാര്യമല്ല, ഒരു ന്യായവിധിയുടെ നാളുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഒരു വലിയ ന്യായവിധി വരാനായിട്ട് പോവുകയാണ്. ആ ന്യായവിധി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവും ദൈവവുമായി സ്വീകരിക്കാത്തത് കൊണ്ട് മനുഷ്യന്റെ മേൽ വരുവാൻ പോകുന്ന ദൈവത്തിന്റെ ക്രോധമാണിത്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ വായിക്കുന്നു. ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ട് ന്യായവിധി വന്നു കഴിഞ്ഞു. ഒരു വലിയ ന്യായവിധി വരാനായിട്ട് പോവുകയാണ്. ആ ന്യായവിധിക്ക് ഒരു അളവുകോലുണ്ട്. അതെന്താ? യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചില്ല, യേശു ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ചില്ല. നേരത്തെ കേട്ടതുപോലെ നരകത്തിന്റെ കഠിനമായ ശിക്ഷകൾ, പാപമൊന്നും ചെയ്തിട്ടില്ലാത്ത, പാപമറിയാത്ത, പാപത്തോട് ബന്ധമില്ലാത്ത, അവനിൽ പാപമില്ലെന്ന് ബൈബിൾ പ്രഖ്യാപിക്കുന്ന പാപരഹിതനായ യേശു ക്രിസ്തു കാൽവരി ക്രൂസിൽ നിനക്ക് വേണ്ടി തകർക്കപ്പെട്ടതിനെ ദൈവം നിനക്ക് കാണിച്ചു തന്നപ്പോ നീ വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് നിന്റെ മേൽ വസിക്കുന്ന ദൈവത്തിന്റെ ക്രോധം അത് നിന്നെ നരകത്തിലേക്ക് എത്തിക്കാനായിട്ട് പോവുകയില്ല. ഇന്ന് രാത്രി വളരെ വ്യക്തമായി ഞാൻ ചോദിക്കട്ടെ, ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. ഈ ദേശത്തോട് കർത്താവ് സംസാരിക്കട്ടെ. എന്റെ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഹൃദയത്തിൽ പ്രാർത്ഥിക്കാമോ? ആരെങ്കിലും ഇന്ന് രാത്രി നമ്മുടെ കർത്താവിനെ ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ, നമ്മുടെ കണ്ണുകൾ നനഞ്ഞ് ഈ ദേശത്തിന് വേണ്ടി ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുമോ? എന്നെ സ്തുതിക്കുന്ന പ്രിയ സ്നേഹിത, കഴിഞ്ഞ അനേക നൂറ്റാണ്ടുകളായി വചനം പ്രസംഗിക്കപ്പെടുകയാ. എത്രയോ വർഷങ്ങളായി സ്നേഹിത നീ ഈ ദൈവത്തിന്റെ വചനം കേട്ടോണ്ടിരിക്കുക. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, സകല മനുഷ്യർക്കും വേണ്ടുന്ന ഒടുവിലത്തെ വിഷയം ന്യായവിധിയിൽ നിന്ന് നീ തെറ്റി ഒഴിയണമെന്നുള്ളതാ. എന്നാൽ നിന്റെ കർമ്മങ്ങൾ കൊണ്ട് അത് സാധിക്കില്ല, നിന്റെ യാതൊരു വഴികൾ കൊണ്ടും ഇന്ന് രാത്രി അത് സാധിക്കുകയില്ല. എന്നാൽ യേശുവിന്റെ രക്തത്താൽ നിനക്ക് പാപമോചനം ഇന്ന് രാത്രി സാധ്യമാണ്. ദൈവക്രോധം അനുഭവിച്ച യേശു ക്രിസ്തുവിനെ ഉയർത്തി കാണിച്ചിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, മകനെ മകളെ, ക്രൂശിൽ കിടക്കുന്ന കർത്താവ് അനുഭവിക്കുന്നത് നീ നരകത്തിൽ അനുഭവിക്കേണ്ടതാണ്. ഇന്ന് രാത്രി കർത്താവിന്റെ ക്രൂശിന്റെ ചുവട്ടിലേക്ക് വരിക, കർത്താവിനോട് പറയുക, എനിക്ക് പാപമുണ്ട്, ഞാൻ പാപിയാ, എന്നാൽ എന്റെ പാപം എന്നെ എത്തിക്കാൻ പോകുന്ന നരകത്തിലാന്ന് എനിക്ക് മനസ്സിലാവും. ഇന്ന് രാത്രി എത്ര പേർക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പറ്റും? കർത്താവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അങ്ങക്ക് പാപബോധമുണ്ടെങ്കിൽ, അങ്ങ് പാപിയാണെന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരിക, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, എന്റെ പാപം എന്നോട് ക്ഷമിക്കണേ, എന്നെ ദൈവ പൈതലാക്കണം, എനിക്കായിട്ട് അങ്ങ് മരിച്ചത് ഞാൻ വിശ്വസിക്കണം, അങ്ങ് ദൈവമാണ് എന്ന് ഞാൻ സമ്മതിക്കും. എന്റെ ജീവിതത്തിലേക്ക് പൂർണ്ണ മനസ്സോടെ ഞാൻ അങ്ങേ ക്ഷണിക്കുന്നു. എന്റെ ജീവിതം ഞാൻ അങ്ങേക്കായിട്ട്, അങ്ങന്റെ ഏക കർത്താവും എന്റെ ഏക രക്ഷിതാവും ഏക ദൈവവുമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. അങ്ങയുടെ മകനാക്കി, മകളാക്കി എന്നെ തീർക്കണമേ. ഇത് പ്രാർത്ഥിച്ച ആരെങ്കിലും ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ കാണാൻ ആഗ്രഹം. ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ വന്നില്ലെങ്കിൽ കൂടെ വരുന്ന ദിവസങ്ങൾ ദൈവദാസന്മാർ ഇവിടെയുണ്ട്. ഇരുട്ടിന്റെ മറവിൽ തന്നെ ശ്രമിക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാതെ പോകുന്നെങ്കിൽ ഇന്ന് രാത്രി സ്നേഹക്കരങ്ങളുമായി യേശു നിന്നെ വിളിക്കുന്നു. ഈ കൃപയുടെ കാലം നീ കളയല്ലേ, നീ ഇതിനെ തള്ളിക്കളയല്ലേ. ഇല്ലെങ്കിൽ നേരത്തെ കേട്ടതുപോലെ യാതന ആ സ്ഥലത്ത് നീ പ്രാർത്ഥിച്ചാൽ നീ കൈവിടപ്പെട്ടു പോകും, നിന്റെ പ്രാർത്ഥന സ്വർഗം കേൾക്കില്ല. എന്നാൽ ഇന്ന് രാത്രി നിനക്ക് അവസരമുണ്ട്. അതിനായിട്ട് കർത്താവ് നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്
സകല മഹത്വവും ദൈവ കുഞ്ഞാടിന്, ദൈവനാമത്തിന് മഹത്വം. ശുഭം.